സുഹൃത്തുക്കളെ ഒരു കിടിലൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാനുള്ളത് ആസാമിലെ ദിബ്രൂഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണുള്ളത്. ഞാൻ ആസാമിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ആസാമിൽ കിട്ടുന്ന ഒരു ഒറിജിനൽ സംഭവമാണ് ആസാമിലെ ഊത് ഒറിജിനൽ ഊത് കിട്ടുന്ന ഒരു സ്ഥലമാണ് ആസാമിലെ നാഗാവണ്, ഹോജായി, അതേപോലെ തന്നെ ദിബ്രൂഗർ പോലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിലുള്ള ഒരുപാട് വീടുകളിൽ വെച്ചിട്ട് ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമേ പറയുന്നത്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ തട്ടിപ്പിന് ഇരയായതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ആക്ച്വലി ഞാൻ ആസാമിൽ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തിന് ഊത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകൾ, അതേപോലെ തന്നെ ഗൾഫിൽ GCC രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് പരിചയമുണ്ട്. പലരുമായിട്ടും ഞാൻ ഇവിടെ ആസാമിൽ വരാറുണ്ട്, ഊത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ടൂർ പാക്കേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നോർത്ത് ഈസ്റ്റിൽ അസാം, മേഘാലയ, സിക്കിം, ഭൂട്ടാൻ ഇങ്ങനെയുള്ള നേപ്പാൾ ഭാഗങ്ങളിലേക്കൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ടൂർ പാക്കേജുമായിട്ട് വരുന്ന, എനിക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയി അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാനുള്ള കാരണം, അസാമിലുള്ള നാഗാവൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ നാഗാവണിൽ നിന്ന് ഞങ്ങൾ ഹോജായിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബസ് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഈ റെസ്റ്റോറൻറ്റിലുള്ള ഒരു വ്യക്തി നമ്മളൊക്കെ മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ആസാമിലുള്ള നല്ലൊരു പെർസെൻറ്റേജ് ആളുകളും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകളാണെങ്കിലും നല്ലൊരു പെർസെൻറ്റേജ് ആളുകളും നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു തട്ടിപ്പുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആസാമിലുള്ള ജോലിക്കാരെല്ലാവരും ഓടിച്ചു വിടണമെന്നല്ല, എല്ലാവരും മോശക്കാരാണെന്നല്ല, എല്ലാവരും നല്ലവരാണ്. 100ൽ 1-2 പേര് ഇതുപോലുള്ളവരുണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട് എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആസാമികളെ മൊത്തം ഒരു സംശയത്തിന്റെ നിഴലിലാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ തട്ടിപ്പിലേക്ക് വരാം. അതായത് ഞങ്ങളോട് ഈ റെസ്റ്റോറൻറ്റിലുള്ള വ്യക്തി പറഞ്ഞത്, കേരളത്തിലുള്ള 2-3 പയ്യന്മാർ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഒരു തട്ടിപ്പിന് ഇരയായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ഇതേപോലെ സംസാരിച്ചപ്പോൾ അവരോട് പറയണ്ടായി. അപ്പം അങ്ങനെ അവർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് ഇവരുടെ നാട്ടിൽ വ്യക്തികൾ എവിടെ ഉള്ളതാണെന്നോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ആ ഹോട്ടലുകാരനും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവരുടെ നാട്ടിൽ ഏകദേശം 9 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്ന ഒരു അസാമിലുള്ള ഒരു അതിഥി തൊഴിലാളി ഇവരുടെ നാട്ടിലുള്ള ഒരു പയ്യനോട് പറയാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം 80 ലക്ഷത്തോളം വില മതിക്കുന്ന ഒരു നിധി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 25 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തരാം, അതല്ലെങ്കിൽ വാങ്ങിത്തരാം. അവർ അത് വിൽക്കാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുകയാണ്. 85 ലക്ഷം രൂപയുടെ സാധനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇവരിത് കേട്ടിട്ട് ട്രാപ്പിലായി പോവാണ്. കാരണം 85 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിധിയല്ലേ, എന്തായാലും ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് വിറ്റുപോകും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇവർ ട്രാപ്പിൽ പെട്ടുപോയിട്ട് അഡ്വാൻസുമായിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് വരികയാണ്. ഇവർ നേരെ വരുന്നത് നാഗാവണിലാണ്. നാഗാവണിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. റൂമിൽ നിന്ന് രാത്രി ഹോട്ടൽ റൂം ചെക്കിങ് എന്നുള്ള രീതിയിൽ 10-12 പേര് കയറി വരുന്നു. ഇവരുടെ അടുത്ത് അഡ്വാൻസുമായിട്ട് വന്ന കാശ് അടിച്ചുകൊണ്ട് പോകുന്നു. ആരെങ്കിലും ഇതുപോലുള്ള ഒരു ആശയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുക. കാരണം ഇത് 100% തട്ടിപ്പാണ്. പെട്ടെന്ന് ആരായാലും, ഈവൻ നമ്മുടെ നാട്ടിൽ 9 വർഷം 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, അവരൊരിക്കലും നമ്മളെ പറ്റിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇവൻ ഇനിയും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യേണ്ടതാണല്ലോ. ഇവൻ ഇങ്ങനെ ഒരു കളവ് പറയാൻ സാധ്യത കുറവാണ്. അതേപോലെ ആസാമിലൊക്കെ ഇതേപോലെ നിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മളിലേക്ക് വരും. അതേപോലെ തന്നെ അത്യാഗ്രഹവും വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ട്രാപ്പിൽ എന്തായാലും കുടുങ്ങിപ്പോവും. അതേപോലെ തന്നെ ചെറിയ അഡ്വാൻസ്, ഇനി 5 ലക്ഷമോ 10 ലക്ഷമോ അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലുള്ള ഒരു ട്രാപ്പ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഒരു ബസ് വന്ന് 2-3 ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച ശേഷം അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിവിടെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്, ഇതിൽ കൂടുതലും ഇരയാവുന്നത് മലയാളികളാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിലും കടകളിലും അങ്ങാടികളിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ളൊരു ന്യൂസ് അദ്ദേഹം ഷെയർ ചെയ്തതാണ്. ഞാൻ എന്തിനത് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങളായിരിക്കും ഒരു പക്ഷേ കൊടുക്കുന്നത്, വേറൊരു വ്യക്തി ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. വേറൊരു വ്യക്തി, വീഡിയോ കാണാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മളെ
നാട്ടിൽ ഞാൻ കേട്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എത്ര തട്ടിപ്പുകൾ നമ്മളെല്ലാവരും ദിവസം തോറും കേൾക്കുന്നതാണെങ്കിലും പുതിയൊരു തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത്യാഗ്രഹം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് തട്ടിപ്പിൽ കൊടുക്കുന്നുണ്ട്. കേസ് കൊടുക്കാൻ പറ്റൂല, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിയമപരമായിട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തട്ടിപ്പുകളാവും. അതേപോലെ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ആ ഒരു മോശം കാരണം പലവരും ഇത് മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കിടിലൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആ രീതിയിൽ പെട്ടുപോകരുത്. മറ്റുള്ളവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വാട്സപ്പിലായാലും മറ്റുള്ള രീതിയിലായാലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ അസാമിൽ കിട്ടുന്ന ഒരു ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. അസാമിൽ ഒറിജിനൽ ഊത് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അസാം. ഊതിന്റെ കാര്യത്തിൽ യാതൊരുവിധ തട്ടിപ്പുമില്ല കേട്ടോ. നമ്മൾ നേരിട്ട് വന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഊതിന്റെ സ്ഥിരമായിട്ട് ഊതിന്റെ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അസാമിൽ കിട്ടുന്ന ഒരു ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഊത്. അസാമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഊത് കിട്ടുന്ന ഒറിജിനൽ ഊത് കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് GCCയിലോ അതല്ലെങ്കിൽ നാട്ടിലൊക്കെ ഊതിന്റെ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊത് ആവശ്യമുള്ള ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലങ്ങൾ പറഞ്ഞു തരല്ല, നിങ്ങളെ നേരിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പേരുടെ വീട്ടിലും പല സ്ഥലങ്ങളിലായിട്ട് ഊത് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒറിജിനൽ ഊത് കിട്ടുന്ന നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഒരു തോല ഊതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പ്രൈസ് അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഒരു തോല ഊതാണിത്. ഒരു തോല ഇതിന്റെ പ്രൈസ് എത്ര വരും, മിനിമം എത്ര രൂപ ഈ ഒരു ബോട്ടിൽ ഊതിന് വരും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.